ജീവിച്ചിരിക്കുന്ന രക്ഷിതാക്കൾക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേ അവസരത്തിൽ നമ്മുടെ ഒരുപാട് ഈ ശബ്ദം ശ്രമിക്കുന്ന ഒരുപാട് ആളുകൾ അവരുടെ മാതാപിതാക്കൾ ഇന്ന് ഖബറുകളിലാണ്. അല്ലാഹു എല്ലാവരുടെയും ഖബറുകൾ സന്തോഷം കൊണ്ട് നിറക്കുമാറാകട്ടെ, സ്വർഗത്തോപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് വേണ്ടി പ്രയാസം സഹിച്ച നമ്മുടെ മാതാപിതാക്കൾ, മരണാനന്തരവും പ്രിയമുള്ളവരെ, നമുക്കവരോട് കടമയുണ്ട്. നമ്മൾ ഒരിക്കലും വിചാരിക്കേണ്ടതില്ല ഉമ്മയുടെയും ഉപ്പയുടെയും കാലം കഴിഞ്ഞവരൊക്കെ പോയി, ഇനി എന്റെ കടമ തീർന്നു എന്നാരും വിചാരിക്കേണ്ടതില്ല. ആനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടിയും പുണ്യം ചെയ്യാൻ വല്ലതും ഇനി ബാക്കിയുണ്ടോ, ഇനിയും അവരോട് കടമകൾ നിർവഹിക്കാനുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഉണ്ടെന്നാണ്. അവർക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, മാതാപിതാക്കളുടെ ഖബർ സന്തോഷത്തിലാക്കുവാനും അവരെ ജഹന്നമിൽ നിന്ന് രക്ഷപ്പെടുത്തുവാനും ഖബർ ശിക്ഷയിൽ നിന്ന് മോചനത്തിന് വേണ്ടിയും അല്ലാഹുവിന്റെ കാരുണ്യം അവരിൽ ചൊരിയാനും അവർക്ക് പാപങ്ങൾ പുറത്തു കൊടുക്കുവാനും വേണ്ടി നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അതവരോടുള്ള കടമയാണ്. മരിച്ചാലും നമ്മെ വളർത്തിയുണ്ടാക്കിയ ആ മാതാപിതാക്കളുടെ അക്കൗണ്ടിലേക്ക് വരവ് ചേർക്കപ്പെടുന്ന കറന്റ് അക്കൗണ്ടാണ്. അതേ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ നിധിയാണ് നമ്മുടെ പ്രാർത്ഥന. മറന്നുപോകരുത്. പല മക്കളും ഇന്നത് മറക്കുകയാണ്. മരിച്ചുപോയ മാതാപിതാക്കളെ ഓർമ്മ വരുമ്പോ എന്റെ ഉപ്പ അങ്ങനെയായിരുന്നു, എന്റെ ഉമ്മാക്ക് ഇങ്ങനെ ഇഷ്ടായിരുന്നു എന്നൊക്കെ പറയും. ഒരിക്കൽ പോലും ആ നേരത്ത് പോലും പറയൂല അല്ലാഹു മഗ്ഫിർ ലഹു, എന്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണം, എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ എന്ന് ഒരിക്കൽ പോലും ആ നാവ് കൊണ്ട് പറയാത്ത എത്രയോ മക്കളുണ്ട്. അതല്ല സ്നേഹം. സ്നേഹം നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കലാണ്. ആ പ്രാർത്ഥനയിൽ ഒതുങ്ങരുത്. അവരെ മറമാടിയ ഖബറുകൾ നിനക്ക് കിട്ടുമെങ്കിൽ എപ്പോഴെങ്കിലും ഒന്ന് പോയി സിയാറത്ത് ചെയ്യണം, എപ്പോഴെങ്കിലും ഒന്ന് പോയി സിയാറത്ത് ചെയ്യണം. അവരുടെ ഖബറിന്റെ സമീപത്ത് പോയാലും ഇല്ലെങ്കിലും എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. റബ്ബി ഗ്ഫിർലി വലിവാലിദയ്യ വറബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. റബ്ബേ എനിക്ക് പുറത്തു തരണം, എൻ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണം, അവരോട് നീ ഏറ്റവും അധികം കരുണയോടെ ഇടപെടണം. എന്നെ പരിപാലിച്ചതിന് തുല്യം നിന്നോട് എനിക്ക് പകരം കൊടുക്കാൻ കഴിയുകയുള്ളൂ, എന്നെ കൊണ്ട് സാധിച്ചിട്ടില്ല, സാധ്യമാവുകയുമില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എപ്പോഴും പ്രാർത്ഥിക്കുക. 5 നേരവും പ്രാർത്ഥിക്കണം മക്കളെ, 5 നേരവും പ്രാർത്ഥിക്കണം. ഒരു പ്രാർത്ഥനയിലും ഉമ്മയും ഉപ്പയും കടന്നു വരാത്ത പ്രാർത്ഥനയുണ്ടാകരുത്.